ഹലോ. അപ്പോൾ SCERT എക്കണോമിക്സിൻ്റെ 7ാം ക്ലാസ്സിലെ ചാപ്റ്ററിലെ അടുത്ത പാർട്ട് നമുക്ക് നോക്കാം. ബഡ്ജറ്റ് വികസനത്തിൻ്റെ നേർരേഖ. ഇതാണ് ചാപ്റ്ററിൻ്റെ പേര്. പുതിയ SCERT ബുക്കാണ്. ഇതിൽ കുടുംബാംഗങ്ങൾ അവരുടെ ശമ്പളം വീതിച്ചെടുത്ത് അതെന്തിനൊക്കെ ചിലവാക്കണം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യുന്ന ഒരു ഫോട്ടോ ആയിട്ടാണ് ആദ്യം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് സംഭാഷണത്തിൽ പരാമർശിക്കുന്ന ചിലവുകൾ ഏതെല്ലാം? അപ്പോൾ കടം വീട്ടാം, പിന്നെന്താ ബില്ല്, കറണ്ട് ബില്ല് കൊടുക്കാം, മരുന്ന് വാങ്ങുക, പിന്നെ സുഹൃത്തിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ച കടം കൊടുക്കുക, പിന്നെ മരുന്ന്, പിന്നെ കറണ്ട് ബില്ല്, അങ്ങനത്തെ എല്ലാ കാര്യങ്ങളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. ചിട്ടിക്ക് പണം അടക്കുക, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇതൊക്കെ ചിലവുകളാണ് എന്ന് കൊടുക്കാം. അപ്പോൾ അത് കഴിഞ്ഞിട്ട് എന്തൊക്കെയാണ് ചിലവുകളാണ് നമ്മൾ നിത്യജീവിതത്തിൽ നമ്മൾ പണം വിനിയോഗിക്കുന്നത്? ഇപ്പോൾ ആഹാരത്തിന്, ആരോഗ്യത്തിന്, അതുപോലെ എന്താ പറയുക, കറണ്ട് എന്ന് ഉദ്ദേശിക്കുന്ന വൈദ്യുതി, അതേപോലെ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചിലവ് ആക്കാൻ വേണ്ടി നമ്മൾ കാശ് വിനിയോഗിക്കുന്നുണ്ട്. അപ്പോൾ കുടുംബ ചെലവ് എന്നാൽ എന്ത്? ഒരു കുടുംബം ഭക്ഷ്യോപഭോഗത്തിനും ഭക്ഷ്യേതര ഉപഭോഗത്തിനുമായിട്ട് ഒരു നിശ്ചിത കാലയളവിൽ ചെലവഴിക്കുന്ന ആകെ തുകയാണ് കുടുംബ ചെലവ്. അതായത് ഫുഡ് കൺസപ്ഷനും നോൺ ഫുഡ് കൺസപ്ഷനും വേണ്ടി ചിലവാക്കുന്ന ഒരു നിശ്ചിത അളവിൽ ചിലവഴിക്കുന്ന ആകെ തുകയാണ് നമുക്ക് കുടുംബ ചെലവ് എന്ന് പറയാം. കുടുംബത്തിലെ എല്ലാ ചിലവുകളും നമുക്ക് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയില്ല. ഇനി അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. കുടുംബ ചെലവിനെ പ്രതീക്ഷിത ചെലവെന്നും അപ്രതീക്ഷിത ചെലവെന്നും രണ്ടായിട്ട് തിരിക്കാം. പ്രതീക്ഷിത ചെലവ് എന്ന് പറഞ്ഞാൽ നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു കുടുംബത്തിലുണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ചെലവുകളെയാണ് പ്രതീക്ഷിത ചെലവുകൾ എന്ന് പറയുന്നത്. അപ്പം ഈ മാസം അല്ലെങ്കിൽ ഈ വർഷം ഇത്ര സാധനങ്ങൾക്ക് വേണ്ടി നമുക്ക് പൈസ ചിലവാക്കേണ്ടി വരും എന്ന് നമുക്ക് മുൻകൂട്ടി അറിയാമെങ്കിൽ അതിനെ നമുക്ക് പ്രതീക്ഷിത ചെലവെന്ന് പറയാം. അതായത് ആഹാരം, വൈദ്യുതി ബില്ല് തുടങ്ങിയവയൊക്കെ നമുക്ക് അതിൽപ്പെടുത്താം. ഇനി അപ്രതീക്ഷിത ചെലവെന്ന് പറഞ്ഞാൽ നിശ്ചിത അളവിനുള്ളിൽ ഒരു കുടുംബത്തിന് മുൻകൂട്ടി നിശ്ചയിക്കാൻ കഴിയാത്തതും ആകസ്മികമായി ഉണ്ടാകുന്നതുമായ ചെലവുകളെയാണ് അപ്രതീക്ഷിത ചെലവുകളെന്ന് പറയുക. അതായത് പ്രകൃതിക്ഷോഭം, അതുപോലെ ചില രോഗങ്ങളൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ചെലവുകളാണ്. അതിനെയാണ് നമ്മൾ അപ്രതീക്ഷിത ചെലവെന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ എക്സാമ്പിളായിട്ട് പ്രതീക്ഷിത ചെലവിന് വേറൊരു എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട്, വിദ്യാഭ്യാസം. അപ്രതീക്ഷിത ചെലവിന് അപകടമൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇനി കുടുംബ വരുമാനം, ഇതിൽ കുറച്ച് ഫോട്ടോസൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ അതനുസരിച്ചിട്ട് ഇവിടെ ഒരു എന്താ പറയുക, ഒരു പട്ടിക പോലെ ടേബിൾ പോലെ കൊടുത്തിട്ടുണ്ട്. അപ്പം നിഖിൽ എന്ന് പറഞ്ഞിട്ടൊരു കുട്ടി കൊടുത്തിട്ടുണ്ട്. അത് വിദ്യാർത്ഥിയാണ്. അപ്പോൾ അയാൾക്ക് വരുമാനമുണ്ടോ? വിദ്യാർത്ഥിയാണ്, വരുമാനമില്ല. അച്ഛൻ തയ്യലാണ്, അയാൾക്ക് വരുമാനമുണ്ട്. അമ്മ സെയിൽസ് വുമൺ, അയാൾക്ക് വരുമാനമുണ്ട്. മുത്തശ്ശൻ കൃഷിയിൽ നിന്നും വരുമാനം ഉണ്ടാക്കും, മുത്തശ്ശിക്ക് പെൻഷൻ, അവർക്കും വരുമാനമുണ്ട്. അപ്പം ഇങ്ങനെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന ആകെ വരുമാനത്തിനാണ് നമ്മൾ കുടുംബ വരുമാനം എന്ന് പറയുന്നത്. പിന്നെ ഇതിലൊരു പോയിന്റും കൂടി പറയുന്നുണ്ട്. വരുമാനം കാര്യക്ഷമമായി വിനിയോഗിക്കുന്നതിലൂടെ സമ്പാദ്യശീലം വളർത്തുന്നതിനും അപ്രതീക്ഷിത ചെലവുകൾ നേരിടുന്നതിനും ജീവിത നിലവാരം ഉയർത്തുവാനും നമുക്ക് കഴിയും. അപ്പോൾ കുടുംബ ബജറ്റ് എന്താണെന്ന് നോക്കാം. അപ്പോൾ ഇത് നമ്മൾ അപ്രതീക്ഷിതമായ ചിലവുകൾ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു ധനരേഖയാണ് നമ്മൾ കുടുംബ ബജറ്റ് എന്ന് പറയുക. അപ്പോൾ ഇതാണ് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. നിശ്ചിത കാലയളവിലേക്കുള്ള ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷിത വരവും ചെലവും ഉൾപ്പെടുത്തി തയ്യാറാക്കുന്ന ധനരേഖയാണ് കുടുംബ ബജറ്റ്. പ്രതിമാസത്തിലേക്കോ പ്രതിവർഷത്തിലേക്കോ തയ്യാറാക്കുന്ന കുടുംബ ബജറ്റ് കുടുംബത്തിൻ്റെ വലിപ്പം, വരുമാനം, ആവശ്യങ്ങൾ എല്ലാം അനുസരിച്ചിട്ട് വ്യത്യാസപ്പെട്ടിരിക്കും. അപ്പോൾ ഒരു കുടുംബത്തിൻ്റെ വരുമാനം ആയിരിക്കില്ല വേറൊരു കുടുംബത്തിൻ്റെത്. അപ്പോൾ കുടുംബത്തിലെ എല്ലാ അംഗങ്ങളുടെയും അഭിപ്രായങ്ങൾ പരിഗണിച്ചുകൊണ്ട് വേണം കുടുംബ ബജറ്റ് തയ്യാറാക്കേണ്ടത്. കൃത്യമായ ഇടവേളകളിൽ ബജറ്റിലെ നിർദ്ദേശങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നതിലൂടെ നമ്മുടെ കുടുംബത്തിൻ്റെ സാമ്പത്തിക ഭദ്രതയും ക്ഷേമവും ഒക്കെ കൈവരിക്കാനായിട്ട് നമുക്ക് സാധിക്കും. ഇനി അപ്രതീക്ഷിത വില വർധനവൊക്കെ നമ്മുടെ കുടുംബ ബജറ്റ് നമുക്ക് ബാധിക്കും. ഇപ്പോൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്, ബുക്ക് ചെയ്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഗ്യാസൊക്കെ വന്നത്. അപ്പം വില വർധനവൊക്കെ കാരണമാണ് അങ്ങനെ ഒരു സ്റ്റോക്കൊക്കെ ഉണ്ടായിരുന്നില്ല, വില വർധനവും ഉണ്ട് എന്നൊക്കെ. അപ്പം അങ്ങനെ വില വർദ്ധിച്ച് നമ്മൾ എങ്ങനെ ജീവിക്കും എന്നൊക്കെ പറഞ്ഞാൽ ഒരു ടെൻഷൻ അടിക്കുന്ന ഒരാളുടെ ഫോട്ടോ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് വൈദ്യുതി നിരക്ക് കൂട്ടുക, അതുപോലെ വെള്ളത്തിന് ഇത് കൂട്ടുക, LPGയുടെ റേറ്റ് കൂട്ടുക, ഇതൊക്കെ നമുക്ക് നമ്മുടെ കുടുംബ ബജറ്റിനെ സ്വാധീനിക്കുന്ന ചില ഘടകങ്ങളാണ്. അപ്പോൾ വരവ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലേക്ക് വരുന്ന പൈസ ചിലവിനേക്കാൾ കൂടുതലാകുകയോ വരവും ചിലവും തുല്യമാകുകയോ ചെയ്യുമ്പോഴാണ്
എന്താ പറയുക, കുടുംബ ബജറ്റ് സുസ്ഥിരമാകുന്നത്. അത് വരവും ചെലവ് കിട്ടുന്നതും പോകുന്നതും ഒരേ അളവായാലും അതുപോലെ തന്നെ കിട്ടുന്നത് പോകുന്നതിനേക്കാൾ കൂടുതലാണെങ്കിലും നമ്മുടെ കുടുംബ ബജറ്റ് സുസ്ഥിരമായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ ഈ കുടുംബ ചെലവ് എങ്ങനെയൊക്കെ നമുക്ക് കുറയ്ക്കാമെന്ന് പറഞ്ഞാൽ, പ്രാദേശികമായി ലഭിക്കുന്ന വിഭവങ്ങൾ ഭക്ഷണത്തിൽ നമുക്ക് ഉപയോഗിക്കാം. അതായത് ഈ ചക്ക, മാങ്ങ, തേങ്ങ ഈ സാധനങ്ങളൊക്കെ വീട്ടിലുണ്ടാവുന്നതൊക്കെ തന്നെ നമുക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കടയിനെ ആശ്രയിക്കാതെ തന്നെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് അങ്ങനെ ചെയ്യാം. അതുപോലെ തന്നെ ഭക്ഷ്യവസ്തുക്കൾ സ്വന്തമായിട്ടൊക്കെ കൃഷി ചെയ്യാം, പച്ചക്കറികളൊക്കെ. പിന്നെ പൊതുവിതരണ സംവിധാനവും ന്യായവില വിൽപ്പന കേന്ദ്രവും ഒക്കെ പരമാവധി പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ തന്നെ കുടുംബ ചെലവ് നമുക്ക് ഒരു ഇതുവരെ കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഇതിലൊരു പോയിൻ്റുണ്ട്, വരവിനനുസരിച്ച് ചെലവ് ക്രമീകരിക്കണം, മിതവ്യയശീലം, ഇതെല്ലാം നമുക്കതിന് എക്സാമ്പിളായിട്ട് പറയാവുന്നതാണ്. ഇനി പൊതുചെലവ് എന്താണെന്ന് നോക്കാം. ദേശീയപാത വികസനം യാഥാർത്ഥ്യത്തിലേക്ക്. ഗെയിൽ പൈപ്പ് ലൈൻ പൂർത്തീകരിച്ചു. സാമൂഹിക സുരക്ഷാ പെൻഷൻ വിതരണം ചെയ്തു. ജൽ ജീവൻ മിഷൻ പദ്ധതി, കുടിനീർ ക്ഷാമം തീർക്കാൻ ഫണ്ട്, ഇങ്ങനെയൊക്കെ കുറച്ച് കാര്യങ്ങൾ ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതെന്തൊക്കെയാണ്? സർക്കാർ നടപ്പിലാക്കി വരുന്ന വിവിധ ക്ഷേമ വികസന പ്രവർത്തനങ്ങളാണ് ഈ വാർത്താ തലക്കെട്ടുകളിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ സർക്കാരിന് ഈ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് ധാരാളം പണം ആവശ്യമായിട്ട് വരുന്നു. ഇതുകൂടാതെ സർക്കാരിൻ്റെ ധനം എന്തിനൊക്കെയാണ് ചെലവാക്കുന്നത് എന്ന് പറഞ്ഞാൽ, ശമ്പളം, പലിശ, പ്രതിരോധ ചെലവുകൾ, ആശുപത്രി നിർമ്മാണ പ്രവർത്തനങ്ങൾ, സാമൂഹ്യ സുരക്ഷാ പദ്ധതികൾ, ഇതിനൊക്കെ നമുക്ക് സർക്കാർ ധനം ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഈ ചെലവുകളെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. വികസന ചെലവുകളെന്നും വികസനേതര ചെലവുകളെന്നും. രാജ്യത്തിൻ്റെ സാമ്പത്തികവും സാമൂഹികവുമായ വികസനത്തിനായി നേരിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ചെലവുകളെ വികസന ചെലവുകളെന്ന് വിളിക്കുന്നു. ഇവ രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തെയും യഥാർത്ഥ സമ്പദ്വ്യവസ്ഥയെയും ഉത്തേജിപ്പിച്ച് സാമ്പത്തിക വളർച്ചയ്ക്ക് വലിയ സംഭാവനകൾ നൽകുന്നവ ഇവ ഉൽപ്പാദന ചെലവുകൾ എന്നും അറിയപ്പെടുന്നു. അപ്പോൾ ഉൽപ്പാദന ചെലവെന്നും പറയും, അതുപോലെ വികസന ചെലവെന്ന് പറയും. അപ്പോൾ ഇതുകൊണ്ട് നമുക്ക് ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, രാജ്യത്തിൻ്റെ ഉൽപ്പാദനത്തിനെയും യഥാർത്ഥ സമ്പദ്വ്യവസ്ഥയും ഉത്തേജിപ്പിക്കും. അപ്പം നമുക്ക് കൂടുതൽ പൈസ കിട്ടുന്ന കാര്യങ്ങളിലേക്ക് വഴിതെളിക്കും. അപ്പോൾ അതുകൊണ്ട് ഇതിനെ ഉൽപ്പാദന ചെലവ് എന്നുകൂടി പറയും. എക്സാമ്പിൾ, റോഡ്, പാലം, തുറമുഖം എന്നിവയൊക്കെ നിർമ്മിക്കുന്നത് വഴി പുതിയ ആൾക്കാരായിട്ട് മിങ്കിളിങ് ചെയ്യുകയും അതുപോലെ ബിസിനസ് വളരുകയും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ പുതിയ സംരംഭങ്ങളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ ആരംഭിക്കുക തുടങ്ങിയ പ്രവർത്തനങ്ങളൊക്കെ ഇതേപോലെ വികസനം ലക്ഷ്യമിട്ടിട്ടുള്ള ചെലവുകളാണ്, സർക്കാർ ചെലവുകളാണ്. ഈ വികസനേതര ചെലവുകൾ എന്ന് പറയുമ്പോൾ രാജ്യ താൽപ്പര്യത്തിനും പൊതുസേവനങ്ങൾക്കുമുള്ള സർക്കാർ നിരന്തരമായി വഹിക്കുന്ന ചെലവുകളാണ് വികസനേതര ചെലവുകൾ. അതായത് രാജ്യത്തിൻ്റെ സേവനത്തിന് വേണ്ടിയിട്ടും ക്ഷേമത്തിന് വേണ്ടിയിട്ടും ചെലവഴിക്കുന്ന ചില ചെലവുകൾ. അപ്പോൾ അതായത് പ്രതിരോധം, പലിശ, പെൻഷൻ, മഹാമാരി, പ്രകൃതി ദുരന്തം തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ ചെലവഴിക്കുന്ന തുകയെ നമുക്ക് വികസനേതര ചെലവുകളെന്ന് പറയാം. ഇനി താഴെ ഒരു ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്. 2023 ബഡ്ജറ്റ് വരെയുള്ള കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇത് പറയുന്നത്. 2018-19 കാലഘട്ടത്തിലെ 23.14 ലക്ഷം കോടിയായിരുന്നു പൊതുചെലവ്. ഇത് 2022-23 ആ ഒരു കാലഘട്ടത്തിൽ 41.88 ലക്ഷം കോടിയിൽ എത്തി നിൽക്കുന്നു. ഇനി പൊതുവരുമാനം എന്താണെന്ന് നോക്കാം. വികസന ക്ഷേമ പ്രവർത്തനങ്ങൾ നിർവഹിക്കുന്നതിന് സർക്കാർ ധാരാളം പണം ആവശ്യമായി വരുന്നു. ഇത്തരം ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനായി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് സർക്കാർ സമാഹരിക്കുന്ന ധനത്തിനെയാണ് നമ്മൾ പൊതുവരുമാനം എന്ന് പറയുന്നത്. ഇത് സർക്കാർ ബജറ്റിലൊരു പ്രധാന ഘടകമാണ്. സർക്കാരിൻ്റെ വരുമാന മാർഗങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. നികുതി വരുമാനവും നികുതിയേതര വരുമാനവും. നികുതി വരുമാനം എന്ന് പറഞ്ഞാൽ നികുതിയിലൂടെ ലഭിക്കുന്ന വരുമാനം. അതായത് പ്രത്യക്ഷ നികുതി, പരോക്ഷ നികുതി എന്നിങ്ങനെ 2 തരം നികുതികളുണ്ട്. അതിൽ നിന്ന് ലഭിക്കുന്ന വരുമാനത്തിന് നമുക്ക് നികുതി വരുമാനം എന്ന് പറയാം. പ്രത്യക്ഷ നികുതി എന്ന് പറഞ്ഞാൽ നികുതി ആരിലാണോ ചുമത്തിയിരിക്കുന്നത് ആ വ്യക്തി തന്നെ ഒടുക്കുന്ന നികുതിയാണ് പ്രത്യക്ഷ നികുതി. അതായത് നികുതിദായകൻ തന്നെ നികുതി ഭാരം വഹിക്കുന്നു എന്നർത്ഥം. അതായത് ആദായ നികുതി, കെട്ടിട നികുതി, ഇതൊക്കെ നമുക്ക് അതിന് എക്സാമ്പിളായിട്ട് പറയാം. അപ്പം നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ കൊടുക്കുന്ന നികുതിയെ നമുക്ക്
പ്രത്യക്ഷ നികുതി എന്ന് പറയാം. ഇനി പരോക്ഷ നികുതി എന്ന് പറഞ്ഞാൽ ഒരാളുടെ മേൽ ചുമത്തപ്പെടുന്ന നികുതി ഭാഗികമായോ പൂർണ്ണമായോ മറ്റൊരാൾ നൽകേണ്ടി വരുന്നു. വിൽപ്പന നികുതി, വിനോദ നികുതി എന്നിവ ഇതിന് ഉദാഹരണമാണ്. ഇപ്പോൾ നമ്മൾ GST ഒക്കെ കൊടുക്കുന്നത് പോലെ ഒരാളുടെ മേൽ നമുക്ക് ചുമത്തപ്പെടുമ്പോൾ അത് അയാൾ പൂർണ്ണമായിട്ട് കൊടുക്കാതെ ഭാഗികമായി മറ്റൊരാൾ നൽകുകയോ അല്ലെങ്കിൽ പൂർണ്ണമായി മറ്റൊരാൾ നൽകുകയോ ചെയ്യുന്ന ആ ഒരു ഏർപ്പാടിനെയാണ് നമ്മൾ പരോക്ഷ നികുതി എന്ന് പറയുന്നത്. അപ്പോൾ വിൽപ്പന നികുതി, വിനോദ നികുതിയൊക്കെ അതിന് എക്സാമ്പിളാണ്. ഈ നികുതിയേതര വരുമാനം എന്ന് പറയുമ്പോൾ നികുതിയിലൂടെ അല്ലാതെ മറ്റ് സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം, ഉദാഹരണത്തിന് ഫീസ്, പിഴ, ഗ്രാൻഡ്, ലാഭം, പലിശ, ഇതൊക്കെ നമുക്ക് നികുതിയേതര വരുമാനം എന്ന് പറയാം. അപ്പോൾ എന്താണ് നികുതി? ക്ഷേമ പ്രവർത്തനങ്ങൾ, വികസന പ്രവർത്തനങ്ങൾ എന്നിങ്ങനെ പൊതുതാൽപര്യത്തിന് വേണ്ടിയിട്ടുള്ള ചെലവുകൾ വഹിക്കുന്നതിനായി ജനങ്ങൾ സർക്കാരിന് നിർബന്ധമായി നൽകേണ്ട പണമാണ് നികുതി. നികുതി നൽകുന്ന വ്യക്തിയെ നികുതിദായകനെന്ന് നമ്മൾ വിളിക്കുന്നു. അപ്പോൾ അടുത്തത് ഗുഡ്സ് ആൻഡ് സർവീസസ് ടാക്സ് അഥവാ GST, ചരക്ക് സേവന നികുതി. ഇനി രാജ്യത്ത് ഒറ്റ നികുതി എന്ന തത്വം നടപ്പിലാക്കുന്നതിന് ഭരണഘടനയിലെ 101-ാം ഭേദഗതി പ്രകാരം 2017 ജൂലൈ 1 മുതൽ നിലവിൽ വന്ന ഏകീകൃത പരോക്ഷ നികുതി സമ്പ്രദായമാണ് ചരക്ക് സേവന നികുതി അഥവാ GST. ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവ് സർക്കാർ നിശ്ചയിക്കുന്ന തുകയിൽ കൂടുതലാണെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായിട്ടും GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ സർക്കാർ നിശ്ചയിക്കുന്ന ഒരു തുകയിൽ കൂടുതൽ ആണ് വിറ്റുവരവെങ്കിൽ, ഒരു സാമ്പത്തിക വർഷം വിറ്റുവരവെങ്കിൽ വ്യാപാരികൾ നിർബന്ധമായിട്ട് GST രജിസ്ട്രേഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ 0%, 5%, 12%, 18%, 28% എന്നിങ്ങനെ നിരക്കുകൾ ഉപഭോക്താവ് GST നൽകേണ്ടതുണ്ട്. അപ്പോൾ വിവിധ ഉൽപ്പന്നങ്ങൾക്ക് വിവിധ GST ശതമാനമാണ്. അപ്പോൾ ഇത്തരത്തിൽ ഉപഭോക്താക്കളിൽ നിന്ന് ഈടാക്കുന്ന വിവിധ നിരക്കിലുള്ള നികുതികൾ വ്യാപാരികൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ടതുണ്ട്. കാലാനുസൃതമായിട്ട് GST നിരക്കിൽ മാറ്റം വരാവുന്നതാണ്. ഇനി ബഡ്ജറ്റിനെ പറ്റിയിട്ട്, ഒരു സാമ്പത്തിക വർഷത്തിൽ സർക്കാർ പ്രതീക്ഷിക്കുന്ന ചെലവും വരവും ഉൾക്കൊള്ളിച്ചുകൊണ്ട് തയ്യാറാക്കുന്ന ധനരേഖയാണ് ബഡ്ജറ്റ്. നമ്മുടെ രാജ്യത്ത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള ഒരു സാമ്പത്തിക വർഷത്തേക്കാണ് ബഡ്ജറ്റ് തയ്യാറാക്കുന്നത്. ധനകാര്യമന്ത്രിയാണ് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 112 അനുസരിച്ച് രാജ്യത്തിൻ്റെ വാർഷിക സാമ്പത്തിക ഓഡിറ്റ് കൂടിയാണ് നമ്മുടെ കേന്ദ്ര ബഡ്ജറ്റ് എന്ന് പറയുന്നത്. അപ്പം 112, ആർട്ടിക്കിൾ 112. ഇതിനെ മിച്ച ബഡ്ജറ്റ്, സന്തുലിത ബഡ്ജറ്റ്, കമ്മി ബഡ്ജറ്റ് എന്നിങ്ങനെ നമുക്ക് 3ആയിട്ട് തിരിക്കാം. മിച്ച ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ മിച്ചമായിട്ട് എന്തെങ്കിലും ഉണ്ടാകും. അപ്പോൾ സർപ്ലസ് ബഡ്ജറ്റ് എന്ന് നമുക്ക് പറയാം. വരവ് കൂടുതൽ, ചെലവ് കുറവ്. ഇപ്പോൾ ചെലവ് കുറയുമ്പോൾ എന്തായാലും നമ്മുടെ കയ്യിൽ കുറച്ച് കാശുണ്ടാവും. അപ്പോൾ അതിനെ നമ്മൾ മിച്ച ബഡ്ജറ്റ് എന്ന് പറയും. സന്തുലിത ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ വരവും ചെലവും ഈക്വലായിട്ട് വരുന്നതാണ് സന്തുലിത ബഡ്ജറ്റ്. കമ്മി ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ വരവ് കൂടുതലും വരവ് കുറവും ചെലവ് കൂടുതലും. അപ്പോൾ ചെലവ് കൂടുമ്പോൾ നമ്മുടെ കയ്യിൽ എടുക്കാൻ കാശ് കുറവായിരിക്കും. അപ്പോൾ അതിന് നമ്മൾ കമ്മി ബഡ്ജറ്റ് എന്ന് പറയും. ഇപ്പോൾ സർപ്ലസ് ബഡ്ജറ്റ്, ബാലൻസ്ഡ് ബഡ്ജറ്റ്, ഡെഫിസിറ്റ് ബഡ്ജറ്റ്. ഈ ബഡ്ജറ്റിൻ്റെ ഉത്ഭവം ബഗറ്റ് എന്ന ഫ്രഞ്ച് വാക്കിൽ നിന്നാണ് ബജറ്റ് എന്ന വാക്കിൻ്റെ ഉത്ഭവം. അപ്പോൾ ബോഗറ്റ് എന്ന് പറഞ്ഞാൽ ചെറിയ ബാഗ് അല്ലെങ്കിൽ സഞ്ചി എന്നർത്ഥം. സർക്കാരിൻ്റെ ധനകാര്യങ്ങൾ, രേഖകൾ അടങ്ങുന്ന ഒരു സഞ്ചി എന്ന അർത്ഥത്തിലാണ് ബജറ്റ് എന്ന പദം രൂപം കൊണ്ടത്. 11-ാം നൂറ്റാണ്ടിലാണ് ബജറ്റിന് ആദ്യമായി അവതരണം നടന്നത്. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ കേന്ദ്ര ബജറ്റ് അവതരിപ്പിച്ചത് ധനകാര്യമന്ത്രിയായിരുന്ന R.K. ഷൺമുഖം ചെട്ടി ആണ്. ഇനി പൊതുകടം അഥവാ പബ്ലിക് ഡെപ്റ്റ്, വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യാഥാർത്ഥ്യമാക്കുവാനും ഭരണപരമായ വിവിധ ആവശ്യങ്ങൾ നിറവേറ്റുവാനും വരുമാനം തികയാതെ വരുമ്പോൾ ഗവൺമെൻറ്റിന് കടമെടുക്കേണ്ടതായിട്ട് വരും. ഇത്തരം സാഹചര്യങ്ങളിൽ സർക്കാർ നൽകുന്ന വായ്പയാണ് നമ്മൾ പൊതുകടം എന്ന് പറയുന്നത്. സർക്കാർ വാങ്ങുന്ന വായ്പ. രാജ്യത്തിനകത്ത് നിന്നും പുറത്തു നിന്നും വായ്പകൾ എടുക്കാറുണ്ട്. ഇവ യഥാക്രമം ആഭ്യന്തര കടം, വിദേശ കടം എന്നിങ്ങനെ പറയാം. ആഭ്യന്തര കടം എന്ന് പറഞ്ഞാൽ രാജ്യത്തിനകത്തുള്ള വ്യക്തികളിൽ നിന്നോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ സർക്കാർ വാങ്ങുന്ന വായ്പകളാണ് ആഭ്യന്തര കടം. വിദേശ കടം എന്ന് പറഞ്ഞാൽ വിദേശ ഗവൺമെൻറ്റുകളിൽ നിന്നോ അന്തർദേശീയ സ്ഥാപനങ്ങളിൽ നിന്നൊക്കെ വാങ്ങുന്ന വായ്പകളാണ് വിദേശ കടം. ഇത്തരം വായ്പകളുടെ ഉൽപ്പാദനക്ഷമമായിട്ടുള്ള ഉപയോഗം വികസനക്ഷേമ പ്രവർത്തനങ്ങൾ യഥാർത്ഥമാക്കുന്നതിനും അതുവഴി വരുമാന വർധനവും പൊതുകടം കുറയ്ക്കുന്നതിനും നമുക്ക് ഹെൽപ്പ് ചെയ്യുന്നു. ഇനി അടുത്തതാണ് ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി. പൊതുവരുമാനം, പൊതുചെലവ്, പൊതുകടം എന്നിങ്ങനെ
എന്നിവയെ സംബന്ധിച്ചൊരു സമഗ്രമായിട്ടുള്ള സർക്കാരിൻ്റെ നയമാണ് ധനനയം എന്ന് പറയുന്നത്. ധനകാര്യ വകുപ്പ് തയ്യാറാക്കുന്ന ഈ നയം നടപ്പിലാക്കുന്നത് ബഡ്ജറ്റിലൂടെയാണ്. അപ്പം ആ നയം നടപ്പിലാക്കുന്നത് സർക്കാർ, അത് ഏത് വഴിയാണെന്ന് വെച്ചാൽ ബഡ്ജറ്റിലൂടെ. നിലവിൽ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്തുന്നതിനും സാമ്പത്തിക സ്ഥിരത കൈവരിക്കുന്നതിനും ഗവൺമെൻറ് മാർഗനിർദ്ദേശം നൽകുന്ന ഒരു നയം കൂടിയാണ് ഈ ധനനയം അഥവാ ഫിസ്ക്കൽ പോളിസി എന്ന് പറയുന്നത്. ഇപ്പോൾ ഈ ഫിസ്ക്കൽ പോളിസിയുടെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞാൽ സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക, അധിക ചെലവുകൾ നിയന്ത്രിക്കുക, വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. അപ്പം സാമ്പത്തിക വളർച്ച ത്വരിതപ്പെടുത്തുക, പിന്നെ തൊഴിലവസരങ്ങളൊക്കെ സൃഷ്ടിച്ചു കൊടുക്കുക, പിന്നെ അധിക ചെലവുകളൊക്കെ കൺട്രോൾ ചെയ്യുക, അതുപോലെ തന്നെ വരുമാന വിതരണത്തിലെ അസമത്വം ഇല്ലാതാക്കുക. അപ്പോൾ ഇത്രയാണ് ഈ ഒരു ചാപ്റ്റർ പറയുന്നത്. അപ്പോൾ ഇനിയിപ്പോൾ 7ാം ക്ലാസ്സിലെ കഴിഞ്ഞു, ഇനി 8ാം ക്ലാസ്സിലെ എക്കണോമിക്സുമായിട്ട് നമുക്ക് പിന്നെയും കാണാം. താങ്ക് യു.